അതുകൊണ്ട് നമ്മുടെ കപ്പ പുഴുങ്ങിയതും നമ്മുടെ വരാലും കൈതക്കോരയും തേണ്ട വറുത്ത് വെച്ചേക്കുന്ന, പിന്നെ അടിപൊളി കാന്തിമാര്യമുളകും കൊച്ചുള്ളിയും കൂടെ അരച്ച് വെച്ചേക്കുന്നു. വാ ഇരിക്ക്. ഇങ്ങനൊരു ഡിന്നർ ഇതാദ്യം. ഞാൻ കുളിക്കുമായിരുന്നു കേട്ടോ, ഞാൻ കുളിച്ചിട്ട് ഇവിടെ വന്ന. മുട്ടുമടങ്ങത്തില്ല, നടുവ് വളയത്തില്ല. അതുകൊണ്ട് വിഷമത്തോടെ ആണെങ്കിലും വിളമ്പ് സാവിത്രി ആന്ത്രജനം നമ്മുടെ കപ്പ വിളമ്പ്. സോമൻ നായർക്ക് അങ്ങനെ കപ്പ വിളമ്പി. ആ ഒരു മിക്സ്ഡ് ക്രോസ് ബ്രീഡ്. ഞങ്ങൾ ചീനി പുഴുങ്ങിയെന്ന് പറയും. ആ ഞങ്ങളിതിന് ചീനി പുഴുങ്ങിയെന്ന് പറയും. മോളെ ഇല അങ്ങോട്ട് നീക്കിയിട്ട് വിട്രാ, ഇല അങ്ങോട്ട് നീക്കിയിട്ട് വിട്രാ. പ്രിൻസി അതെന്താ പ്രിൻസിയെ പോലെ പ്രിൻസിയുടെ ഇലയും ചെറുതായി പോയത്? ആണോ? മതി മതി, അവളത്ര കഴിക്കത്തോളൂ. അത് കുഴപ്പമില്ല, വീഡിയോ എടുക്കുന്നുണ്ടാന്ന് വെച്ചാ. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ എല്ലാരും. അച്ഛനെ ഇരിക്കാൻ പറ്റുന്നില്ലേ? അച്ഛന്റെ രീതി ഇരി. ഓ കൊള്ളാവോ? പറ. വരാലും അറിയാം. ഇത് ഗബ്രൂട്ടൻ പറയുന്ന കണക്കായി പോയല്ലേ. പ്രിൻസി എങ്ങനെയുണ്ട്? കൊള്ളാവോ പ്രിൻസേ? കൊള്ളാവോ? അപ്പൊ ഇനി ഞങ്ങൾക്കിരിക്കണം. ഇതാണോ അല്ല? ദൈവമേ, വൈൻ വേണോ? ഇപ്പം തരാം. നമുക്ക് അന്നേരം ഇവർക്ക് വൈൻ എടുത്ത് കൊടുക്കാം. ഏത് വൈൻ വേണം? മുന്തിരി വൈൻ വേണോ റൈസ് വൈൻ വേണോ? ശകലേ തരുത്തോളൂ. അമ്മയ്ക്ക് ഏത് വേണം? മുന്തിരിയാ? അച്ഛനാ? മൂത്തതാ? അച്ഛൻ പേടിച്ചിട്ട് കാല് മടക്കി നെഗറ്റീവ് വരുമെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും പേടിയായി പോ. ഇപ്പൊ എല്ലാവർക്കും പേടി, ഞങ്ങൾക്കെന്നല്ല എല്ലാ യൂട്യൂബർമാർക്കും പേടിയായി. എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ താണ്ടെ ഞാൻ ഇട്ട ക്രിസ്മസിന് നമ്മൾ ഇട്ട വൈൻ തേ കൊടുത്തിട്ടുണ്ട്. കുടിച്ചേ അമ്മേ, ഒറ്റ ഒരിക്ക് കുടിക്കുന്ന പ്രിൻസിന് ഒരു ശകലം കൊടുത്തിട്ടാ. മുന്തിരി വൈനായത്. അല്ല, അമ്മയ്ക്ക് ആദ്യ ദിവസം തന്നത് മുന്തിരി വൈനായിരുന്നു. കിറങ്ങി കിടന്നത് അത് റൈസ് വൈനാ. കടുപ്പം കൂടുതൽ അതിനാ. ആ ആദ്യമേ ഇതിനായിരുന്നു കടുപ്പം കൂടുതൽ. പക്ഷെ ഇപ്പം അതിന് വീര്യം ഇച്ചിരി കുറവാണ്. പക്ഷെ മുന്തിരി വൈൻ ഭയങ്കര വീര്യം. കുടിച്ചു കഴിഞ്ഞാൽ അന്നേരം ഉറക്കം വരും. മുന്തിരി വൈൻ ഞാനതിൽ ഉറങ്ങിപ്പോന്ന. എങ്ങനെയുണ്ട്? ഇത് കറുപ്പാണേ. ഓക്കെ, എടുത്ത് ഇച്ചിരി കന്താരി ഇങ്ങനെ മുക്കി
കറുപ്പ് മീൻ വറുത്തതും കൂടെ വെച്ചിട്ട് നാടൻ ഫുഡിന്റെ ഞാനും സൂപ്പർ. ഡോറ കഴിക്കുന്നത് നമ്മുടെ ഇതാണ് കേട്ടോ, കൈതക്കോരയുടെ ഇതാണ് കഴിച്ചത്. മറ്റേ ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇനി ഞാനും കൂടെ കഴിക്കണം, കഴിച്ചിട്ട് പറയാവേ. ഞാൻ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ കുളിച്ച് വന്നേ ഉള്ളൂ, അതുകൊണ്ട് മുടിയൊന്നും ചെയ്യില്ല. എനിക്കിങ്ങനെ മെസ്സി ഹെയർ ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ പിന്നെ എന്തിഷ്ടമാണ് ഞാൻ എങ്ങനെ നിൽക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് വെച്ചാൽ കോളിഫ്ലവർ കറി, അതായത് ഇത് വെട്ടമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. കോളിഫ്ലവറും കപ്പ പുഴുങ്ങിയതും, എന്താണ് കപ്പ ബിരിയാണി, കപ്പ ബിരിയാണി പോലെ ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കോളിഫ്ലവർ വേണം. കോളിഫ്ലവറും മീൻ വറുത്തതും കപ്പയും, പിന്നെ അച്ഛനും അമ്മയും ഇച്ചിരി കോളിഫ്ലവർ കൊടുത്തു. ഇച്ചിരി എരിവ് കൂടുതലാട്ടോ, അതുകൊണ്ട് അതിൻ്റെ കൂടെ കപ്പയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും. പക്ഷെ ഞാൻ എപ്പോഴും വെക്കുന്ന ടേസ്റ്റ് എനിക്ക് വന്നില്ല. ഇവരെല്ലാരും പറയുന്നത് കൊള്ളാന്ന്, പക്ഷെ എനിക്ക് എന്തോ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഈ തവണത്തെ ടേസ്റ്റ് ഇഷ്ടം ആണോ. പക്ഷെ എനിക്ക് എപ്പോഴും ഞാൻ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് വരാത്തോണ്ട് ഒരു ഇത് തോന്നില്ല. എന്റെ ഭാര്യ എനിക്ക് വരുത്തുന്നു. കപ്പയുണ്ട് പറയട്ടെ, കൊതിയിട്ട് കപ്പയും മുളകും മീൻ വറുത്തതും കോളിഫ്ലവറും കൂടെ പോയില്ല. സൂപ്പറല്ലേ, ഓർക്കാപ്പുറത്ത് കിട്ടിയപ്പോ നല്ല ടേസ്റ്റ് അല്ലേ. നല്ല ടേസ്റ്റ്. ഞങ്ങളെല്ലാരും ഫുഡിന്റെ ഭ്രാന്തന്മാരാട്ടോ, പ്രത്യേകിച്ച് ഞാൻ തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ്. പിന്നെ നമുക്ക് അമ്മമാരുണ്ടാക്കി തരുമ്പോൾ പ്രത്യേക ടേസ്റ്റ്. ഇവിടെ ശാന്തമ്മ എന്തായാലും ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസിലല്ലോ എന്തോ റൈസ് ഉണ്ടാക്കിയില്ല, എന്നിട്ട് കൊണ്ടാട്ടം മുളകൊക്കെ ആയിട്ട് എന്തോ ഒരു പേരമ്മ എന്ന് പറഞ്ഞായിരുന്നു. എന്തോ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതാ പറഞ്ഞത്, നമ്മളുണ്ടാക്കി സ്ഥിരം കഴിക്കുന്ന അമ്മമാരുണ്ടാക്കി. ഇന്നത്തെ ഡിഷ് എല്ലാം സാവിത്രമ്മ. കോളിഫ്ലവർ മാത്രമേ ഉള്ളൂ എന്റേത്, മീൻ വറുത്തത് ഇവളുടേത്, ചമ്മന്തിയും കപ്പ പുഴുങ്ങിയതും അമ്മയുടേതാ. ദേ ഇരിക്കുന്നു. നമ്മുടെ ഗബ്ബൂട്ടർ പോയി മിസ് ചെയ്യാം. ഇതൊന്നും പറ്റില്ല ഗബ്രൂട്ടൻ ഉണ്ടെങ്കിൽ. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയ്ക്ക് വരുന്നവരേക്കും ബൈ.